റോട്ടറി ഫൗണ്ടേഷൻ മൾട്ടി ഡിസ്ട്രിക്ട് കോൺക്ലേവ് കൊച്ചിയിലെ ലേ മെറിഡിയിൽ നടന്നു. റോട്ടറി ഫൗണ്ടേഷൻ ട്രസ്റ്റ് ചെയർമാൻ മാർക്ക് മെലോണി മുഖ്യ അതിഥിയായിരുന്നു. ലേ മെറിഡിയനിൽ റോട്ടറി ഫൗണ്ടേഷൻ മൾട്ടി ഡിസ്ട്രിക്ട് കോൺക്ലേവിൽ എറണാകുളം ജനറൽ ആശുപത്രിയിൽ 2 കോടി രൂപയുടെ 4 പദ്ധതികൾ റോട്ടറി ഫൗണ്ടേഷൻ വേൾഡ് ചെയർമാൻ മാർക്ക് മെലോണി ഉദ്ഘാടനം നിർവഹിച്ചു. റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ സെൻട്രലും റോട്ടറി ക്ലബ് കൊച്ചിൻ ടൈറ്റൻസും ചേർന്നാണ് 1.3 കോടി രൂപ വിലമതിക്കുന്ന ആദ്യ 3 പദ്ധതികൾ നിർവഹിക്കുന്നത്. ഹീമോഡയാലിസിസിന്റെ 16 അത്യാധുനിക മെഷീനുകളും 18 കിടക്കകളും 16 മൾട്ടി പാരാമോണിറ്ററുകളും ഉൾപ്പെടുന്നതാണ് പദ്ധതികൾ. Treat thousands of patients, poor patients, free of cost. And so the Rotary keeps supporting their projects, and whenever they approach us for any equipment, we try our best to execute these projects through the global grants. And I would like to thank on behalf of Rotary Shahir Shah, President, for all the good work you're doing. Thank you. വൃക്ക രോഗികളുടെ ചികിത്സയ്ക്കായി റോട്ടറി ഡയാലിസിസ് വാർഡ് എന്ന പേരിൽ 2ാം നിലയിൽ എല്ലാ സൗകര്യങ്ങളും ലഭ്യമായിരിക്കും. റോട്ടറി ഡയാലിസിസ് വാർഡിന് ഓരോ ആഴ്ചയും 336 ജീവൻ രക്ഷാ നടപടിക്രമങ്ങൾ നടത്താനും ഒരു സമയം 125 വൃക്ക രോഗികളെ ചികിത്സിക്കാനും കഴിയും. ചെലവേറിയ ചികിത്സ താങ്ങാൻ കഴിയാത്ത രോഗികൾക്ക് ആശ്വാസമായിരിക്കും പദ്ധതി. കൊച്ചൌസേഫ് ചിറ്റിലപ്പള്ളി, ജോസഫ് വാചാപ്പറമ്പിൽ, അനിൽ വർമ്മ, ഡോക്ടർ CM രാധാകൃഷ്ണൻ തുടങ്ങിയവരുടെ സഹായം ഉൾപ്പെടുത്തിയാണ് പദ്ധതി പ്രവർത്തിക്കുക. എറണാകുളം ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലെ കാർഡിയോ വാസ്കുലർ, തെറാസിക് സർജറി വിഭാഗത്തിലെ അത്യാധുനിക ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നതിനാണ് റോട്ടറി ഫൗണ്ടേഷന്റെ 4ാമത്തെ ആഗോള ഗ്രാന്റ് ലഭ്യമാക്കുന്നത്. M. മുരുകാനന്ദൻ, C. ഭാസ്കർ, ഡോക്ടർ ഭരത് പാണ്ഡ്യ, സുനിൽ കെ സ്കറിയ, അനിരുദ്ധ് റോയ് ചൗധരി എന്നിവർ സന്നിഹിതരായി. And this is truly the essence of what our Rotary Foundation does. And when I look around the room today, I see in you the miracle makers of Zone 5, those who are here and those who are not. And in the words of Mother Teresa, who said, it's not how much you give that matters, but how much of love you put into giving. Truly, the Rotarians and the districts of Zone 5 have demonstrated that throughout. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.